BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. വി ഡി സതീശൻ സർക്കാരിന്റെ ബജറ്റ് സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. പ്രഖ്യാപിച്ച പദ്ധതികൾക്കൊന്നും ബജറ്റിൽ പണമില്ലെന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഈ പദ്ധതികൾക്കൊന്നും ഈ വർഷം നടപ്പിലാക്കാൻ പോകുന്നില്ലെന്നും വെറും കല്ലിടൽ നാടകങ്ങൾ മാത്രമേ നടക്കൂ എന്നും അദ്ദേഹം പരിഹസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുൻപത്തെ മംഗലാപുരം യാത്രയെയും നിലവിലെ ബജറ്റ് നിർദ്ദേശങ്ങളെയും കൂട്ടിച്ചേർത്തായിരുന്നു MV ഗോവിന്ദന്റെ പ്രധാന വിമർശനം. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. കേരളത്തിന്റെ സമുദ്രതീരം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങി ആകാശവും ഭൂമിയും വെള്ളവുമെല്ലാം സ്വകാര്യവൽക്കരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ്. സ്വകാര്യ മൂലധനത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ കേരളത്തിന് വളരാനാകില്ല എന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയുണ്ട്, പണം എവിടെ? ഇതാണ് ബഡ്ജറ്റിൻ്റെ ആകെ ചുരുക്കം. ഇതാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാതലായ പ്രശ്നം. ധാരാളം പദ്ധതികളുണ്ട്, പക്ഷേ പണം എവിടെ എന്നാണ്. ഇതൊന്നും ഇക്കൊല്ലം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. തുടങ്ങി വെക്കാനേ സാധിക്കുള്ളൂ, കല്ലിടാൻ പറ്റും. കടലാസിലാണ് പദ്ധതി. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ബഡ്ജറ്റ് പ്രസംഗമായി അവതരിപ്പിച്ചത്. ധാരാളം പദ്ധതികളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കതിനെയെല്ലാം ഒരു 3-4 ഭാഗമായിട്ട് മാറ്റാൻ കഴിയും. അതിലൊന്നാമത്തെ കാര്യം, ഒരു സംശയമില്ലാതെ എല്ലാവരും പറയുകയും മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സ്വകാര്യവൽക്കരണമാണ്. മുഖ്യമന്ത്രി മുൻപ് ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. അന്ന് എന്തിനായിരുന്നു ആ യാത്ര എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം പുറത്തിറക്കിയ ധവളപത്രത്തിലൂടെയും ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലൂടെയും വ്യക്തമാക്കി. ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിലൂടെ അദാനിക്ക് വിൽക്കാനാണെന്ന് ബജറ്റിൽ സൂക്ഷ്മാംശം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല കടുത്ത തകർച്ചയിലാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. ആരോഗ്യ വകുപ്പിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരുന്ന സുപ്രധാന അവലോകന യോഗം പോലും നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പേരിൽ ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റുകയോ തരം താഴ്ത്തുകയും ചെയ്തു. ഒരു കൃത്യമായ നിലപാടില്ലാതെ അവലോകന യോഗങ്ങൾ പോലും മുടങ്ങുന്നത് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.